അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് സുന്ദരപാണ്ഡിപുരത്താണ് കേട്ടോ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് സുന്ദരപാണ്ഡിപുരത്തെ കാഴ്ചകളായിരിക്കും. നമ്മുടെ സുന്ദരപാണ്ഡിപുരം എത്തിയിട്ടില്ല. സുന്ദരപാണ്ഡിപുരം പോകുന്ന വഴിക്ക് അന്യംപാറ എന്ന് പറയുന്നൊരു പാറയുണ്ട്. അതിന് മുകളിലായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. അന്യംപാറ ഫേമസ് ആയിട്ടുള്ളത് അന്യൻ സിനിമയിലൊരു പാട്ടുരംഗം ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ പാട്ടുരംഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പാറകളിൽ കുറച്ച് പെയിൻറ്റിങ്സ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാറ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അന്യൻ സിനിമ മാത്രമല്ല കേട്ടോ, റോജ സിനിമയുടെ ഏതോ ഒരു സീക്വൻസ് ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ റോജാ പാറ എന്നായിരുന്നു ആദ്യം അറിയപ്പെടുന്നത്. അന്യൻ സിനിമയ്ക്ക് ശേഷമാണ് ഇത് അന്യംപാറ ആയത്. യഥാർത്ഥത്തിൽ ഈ പാറയുടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിയൂർ പാറ എന്നാണ് ഈ പാറയുടെ യഥാർത്ഥ പേര്. പിന്നെ അന്യൻ സിനിമയുടെ പാട്ടുരംഗം ഷൂട്ട് ചെയ്തതിനു ശേഷം എല്ലാവരും അന്യൻ പാറ എന്ന് പറഞ്ഞത് ഇപ്പോൾ കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുണ്ട്. ആദ്യ സമയം ഞങ്ങളിവിടെ വരുമ്പോൾ ഇത് മൊത്തം മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തേക്കുന്നത് സെയിം പിക്ചേഴ്സ് വെച്ചിട്ട്. ഈ പാറയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണത്താ ദൂരത്തോളം പുഞ്ചപ്പാടങ്ങൾക്ക് കാണാൻ പറ്റും. പുഞ്ചപ്പാടങ്ങൾ മാത്രമല്ല കേട്ടോ, ലെഫ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കാറ്റാടിപ്പാടങ്ങൾ നിൽക്കുന്ന കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. അത് മാത്രമല്ല, അവിടുത്തെ മേഘങ്ങളും കാണാൻ ഒരു പ്രത്യേക രസമുണ്ട്. അത്രയ്ക്കും കിടില്ല ഇവിടുത്തെ ഒരു വ്യൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സുന്ദരപാണ്ഡിപുരം എത്തിയിട്ടില്ല. സുന്ദരപാണ്ഡിപുരം പോകുന്ന വഴിക്കാണ് ഉള്ളത് ഇപ്പോഴു്. ഇവിടെ നോക്കിയാൽ തോർണമല കാണാം കേട്ടോ. അങ്ങ് ദൂരെ തോർണമല കാണാം. 2005 റിലീസായൊരു സിനിമ 21 വർഷങ്ങൾക്ക് ശേഷവും ഒരു സ്ഥലം ആ സിനിമയുടെ പേരിൽ അറിയപ്പെടുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ചില്ലറ കാര്യമൊന്നും അല്ലത്. ഇത് വീണ്ടും വരച്ച ആളുടെ നമ്പർ ഈ പാറയ്ക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്തേക്കണം പുള്ളിക്കാരനെ. അടിപൊളി കാറ്റുണ്ട് കേട്ടോ ഇതിൽ നിൽക്കാനായിട്ട്. വലിയ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. നട്ടുച്ചയ്ക്കാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എക്സാക്ട്ലി എന്താണോ പാട്ടിൽ വരച്ചു വെച്ചിരുന്നത് അത് തന്നെ ഇവിടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അന്ന് ഫേഡായി പോയ പെയിന്റിങ്സിന്റെ മേളിലാണ് അവരിപ്പോൾ വരച്ചിരിക്കുന്നത്. അന്ന് വരച്ചതുപോലെ തന്നെ 2 രജനി, 2 കമൽ, MGR, ശിവാജി ഗണേശൻ അവരെല്ലാം ഇവിടെ കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് റീക്രിയേറ്റ് ചെയ്ത് വരച്ച പുള്ളിക്കാരനെ ഉറപ്പായിട്ട് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം കേട്ടോ. അത് ഇച്ചിരി ചില്ലറ കാര്യമല്ല. ഈ പാറയുടെ വലിപ്പം നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല വലിപ്പത്തിലുള്ള പാറകളിൽ ഇത് വരച്ചു വെച്ചിരിക്കുന്നത്. ഈ പാറയുടെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അസ്ലാം മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. ഞാൻ ക്യാമറ പൊക്കി വെച്ചിട്ട് എടുത്തിരിക്കുന്നത്. അതിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ അടുത്തോട്ട് ചെല്ലും തോറും. അത്രയ്ക്കും വലിപ്പമുള്ള പാറയിൽ ഈ ഒരു പെയിന്റിങ്സ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാണാനും പ്രത്യേക ഒരു ഭംഗിയാണ്. നല്ല കാറ്റുണ്ട്, ചുറ്റും പുഞ്ചപ്പാടങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. കാണാനും പ്രത്യേക ഭംഗിയുണ്ട് ഈ ഒരു സ്ഥലത്തിന്. അപ്പോൾ ഇനി സുന്ദരപാണ്ഡിപുരം വരുന്നവർ അന്യംപാറ മിസ്സാക്കല്ലേ. അങ്ങനെ അന്യംപാറ എന്ന് ഇറങ്ങിയപ്പോൾ കണ്ടാണ് കേട്ടോ TVSന്റെ XL100. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഓടിക്കാത്ത വണ്ടിയായി. ഇത് ഇന്ന് നമുക്ക് ഓടിക്കണം. ആരെങ്കിലോട്ടും ചോദിച്ച് നമ്മളൊന്ന് മേടിച്ചത് ഓടിച്ചിരിക്കും. തെങ്കാശിയുടെ ഒരു കാർഷിക ഗ്രാമമാണ് കേട്ടോ സുന്ദരപാണ്ഡിപുരം. സുന്ദരപാണ്ഡിപുരം അല്ല, സുന്ദരപാണ്ഡിപുരം. ഞാൻ പറയുമ്പോൾ ചെറിയൊരു പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. പിന്നെ അന്യംപാറ എന്നിറങ്ങി സുന്ദരപാണ്ഡിപുരം പോകുന്ന വഴിക്ക് ഒരു പുഴയുണ്ട്. ഈ പുഴയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോലും കാണാത്ത ഒരുപാട് ദേശാടന പക്ഷികളെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നല്ല ക്യാമറയൊക്കെ ഉള്ളവരാണെങ്കിൽ അടിപൊളി പിക്ചേഴ്സും എടുക്കാനായിട്ട് പറ്റും അതിൻ്റെയൊക്കെ. പിന്നെ ഈ വഴി പോകുന്നവർ ഈ പോകുന്ന ആൾക്കാരെയും കൂടെ ഒന്ന് മൈൻഡ് ചെയ്തേക്കണേ. കാര്യം ഇവരെപ്പോഴാണ് ക്രോസ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. നമ്മൾ റോഡ് സൈഡ് വെയിറ്റ് ചെയ്തപ്പോൾ 2 പേര് XL100 വന്നു. ഒന്നും നോക്കിയില്ല. പിന്നെ പുറകെ ചെന്നൊന്ന് ചോദിച്ചു ഒന്ന് ഓട്ടിക്കാൻ തരുമെന്ന്. അവന്മാരെ നല്ല മനസ്സുണ്ട്. അവന്മാരെ നമുക്ക് ഓട്ടിക്കാൻ തന്നു കേട്ടോ പിള്ളേർ. പിന്നെ ഞാൻ വിചാരിച്ചു അവനെയും ബാഗ് ഇരുത്തി ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. എങ്ങനെ ഉണ്ടോ നോക്കാമല്ലോ. ഞാൻ ആദ്യം കേട്ടോ ഈ വണ്ടി ഓടിക്കുന്നത്. ഇതിന് ഗിയറൊന്നും ഇല്ല. അതെ കിക്കർ ലെഫ്റ്റ് സൈഡിലാണ് കിക്കർ വരുന്നത്. ഞാൻ ഓണാക്കി ഓടിച്ചിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. പിടിച്ചോടാ മോനെ. നമ്മുടെ പുതിയ ക്യാമറമാൻ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓണാടാ തമ്പി. ക്ലച്ച് പിടിക്കണമാടാ. ഓണാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. പിഞ്ചിൻ്റെ പக்கம் ഇത് കൊടുക്കണം. ആക്സിലേറ്റർ കൊടുക്കണം. ആടാ മോനെ. ഒന്നും പോയിട്ട് വരാം കേട്ടോ. ഏറോ മാറ്റേക്കുന്നത്
നമ്മുടെ ഈ പയ്യന്റെ വണ്ടിയാണ് കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് XL100 ഓടിക്കുന്നത്. ചുമ്മാ കിട്ടിയൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഓടിക്കുക. എന്റെ പേര് പറയണോ മോനെ? രാജ്കുമാറിന്റെ വണ്ടിയാണ് കേട്ടോ. അവന്റെ സ്വന്തം വണ്ടിയാ. കൊള്ളാം കേട്ടോ സാധനം. സെറ്റാ. ரொம்ப நன்றிடா ஓட்ட கொடுத்ததுக்கு. നമ്മൾ ചോദിച്ചോണ്ടേ നമ്മുടെ പയ്യൻ തന്നു കേട്ടോ ഓടിക്കാനായിട്ട്. സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല വൈബ് ഓടിച്ച് പോവാൻ. വെറുതെ അല്ല ഇതിനൊന്നും ആരും ഇറങ്ങാത്തത്. ഇത് ഫുള്ള് ഇവിടെ വണ്ടികളാ. ஆமா ஆமாடா கேரளா இல்ல கொல்லம். കൊല്ലത്തിൽ വന്ന് കൊട്ടിയം തരുമാ. അവിടെ എന്തുവാടാ മീൻ പിടിച്ചാ? അസ്ലാം അവിടെ മീൻ പിടിക്കുന്ന കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയിട്ട് വരാം. അന്യം പറഞ്ഞ നമ്മൾ സുന്ദരപാണ്ഡിപുരം പോയില്ല കേട്ടാ. അവിടെ മീൻ പിടിക്കും. നമ്മൾ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഏതോടി എന്ത് പക്കം പോകണം ഇവിടെ? വാ, നമുക്കിവിടെ കിട്ടിയ കൂട്ടുകാരനാ കേട്ടാ, രാജ്കുമാർ. അവൻ്റെ വണ്ടി നമ്മളെ പോയിട്ടുണ്ട്. അവിടെ ചാപ്പി ഓഫ് ആടാ തമ്പി. മീൻ പിടിക്കുന്ന കണ്ടിട്ട് വരാം. എന്തൊരു മീനാടാ അതിലു? ആ തുണി വെച്ചാണ് പിടിക്കുന്ന മോനെ. ഇവിടെ എല്ലാം മീനും ചാടുന്നുണ്ട് കേട്ടോ അല്ലേ? പിന്നെ ഓക്സിജൻ കിട്ടാതിരിക്കാന്ന് തോന്നുന്നു കേട്ടോ. അതൊക്കെയാണോ ചാടുന്നതെന്ന് തോന്നുന്നു. நிறைய கிடச்சி தம்பி அந்த மீன் இங்கே எவ்வளோ சாடிடுச்சு. அப்படியே வாடாத மீன் ചാടി വെള്ളത്തിൽ പോട്ട് കിടച്ചിടിച്ചേ. ഇത് പരലല്ലേടാ? இந்த மீனுக்கு நெய்ம் என்ன? കെണ്ടയാ? எங்கள் ஊரில் പരൽ. പരൽ കെണ്ടെന്നാട്ടാ പരലിന് ഇവിടെ പറയുന്നത്. ഇവിടെ കെണ്ട. ഇங்கே കെണ്ട അങ്ക പരൽ. തുപ്പലക്കുടിയൻ പരൽ. നക്കിപ്പരല്. നിറച്ച് മീനുണ്ട്. തമ്പി ഇതുക്കുള്ള കിടക്കാൻ മാട്ടേണ്ടോ? ഇത് അയ്യോ പോച്ചടാ. അത് ക്യാറ്റ് ഫിഷറാ. ക്യാറ്റ് ഫിഷ്. മുഷി മുഷി. വളരും. ഭയങ്കരമായിട്ട് വളരും. മുഷിയുടെ കുഞ്ഞാണ് കേട്ടാ. ക്യാറ്റ് ഫിഷിന്റെ കുഞ്ഞാണ്. ചാടി ഞാൻ പിടിക്കത്തില്ല. എനിക്ക് പേടി. അത് കുത്തു സാധനം. കാര്യമൊക്കെയുള്ള സാധനമല്ലേ? കുത്തും കൊമ്പുണ്ട്. ക്യാറ്റ് ഫിഷ്. ക്യാറ്റ് ഫിഷ് ചെറുക്കൻ പിടിച്ചതാ. ഇവിടെ എല്ലാം നിറച്ച് മീനാണ് കേട്ടോ. മീൻ കൊടുക്കുന്നുണ്ട്. മീൻ കൊടുക്കുന്നുണ്ടോ? കൈ വെച്ചോടുന്ന മീനെല്ലാം കൂടെ കൊടുക്കുന്നുണ്ടോ? ഫുള്ള് മീനാണ് കേട്ടോ. നിറച്ച് മീനുണ്ട് ഇവിടെ. നമ്മൾ ജസ്റ്റ് മാറി മീൻ പിടിക്കുന്ന കാണാൻ കയറിയതാ കേട്ടോ. കൊള്ളാം സംഭവം. പാടാ അമ്മ അങ്ങോട്ട് പോവാ. ടാറ്റാ തമ്പിങ്ങളാ. ടാറ്റാ രാജ്കുമാർ. ശക്തി ടാറ്റ. പാക്കല്ലേ പോച്ചു. നമ്മൾ സുന്ദരപാണ്ഡിപുരം പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഈ സ്ഥലത്തോട്ട് ഇറങ്ങി ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയതാ. വരണ്ട് കിടക്കുന്നുണ്ടോണ്ട് ആ ടെറൈൻ കണ്ടുകൊണ്ട് ഇറങ്ങിയതാ. പക്ഷെ അവിടെ ഇറങ്ങിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. വെള്ളമില്ലാതെ മീൻ ചത്ത് കരയെ കിടക്കുന്നതാ. ഇതുണ്ട് സിലോപ്പിയുടെ. ഏത് മീനറാ അതാ സിലോപ്പി? വലിയ മീൻ കേട്ടോ. വലിയ വലിയ മീനുകൾ. പക്ഷെ ഇവിടെ പൂന്തലുണ്ട്. അവിടെ എല്ലാം ചവിട്ടുമ്പോൾ താന്നാന്ന് തോന്നുന്നുണ്ട്. ഇവിടുന്നാ ഇതൊക്കെ അടുത്ത് ചാവാറായി കിടക്കുക കേട്ടോ. വെള്ളം ഇച്ചിരി വെള്ളമുള്ള അതിനകത്ത് ചാവാറായി കിടക്കുക മീനുകളൊക്കെ. തൊളി 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 എറിപ്പിക്കുന്നത്. പോടാ അങ്ങോട്ട്. പിടിച്ചോണ്ടങ്ങ് പോയാലൊരു കവറിലിട്ട്. ഈ മീനാ കേട്ടോ.
ഏത് മീന മാറാ നെല്ല് മറ്റേ ഏത് മീനാന്ന് അറിയാവുന്നവരോട് പറഞ്ഞ സിലോ കൈതൊക്കെ വരെ എന്താ അത് സിലോപ്പിയാണോ? ഇത് വലിയ മീനാട്ടോ സംഭവം. കുറേ മീൻ കിടപ്പുണ്ട് അതിനകത്ത്, നിറച്ച് മീൻ കിടപ്പുണ്ട്. ഇഷ്ടംപോലെ ചത്ത് കിടക്കണം ഇവിടെ എല്ലാം ചത്ത് കിടക്കുക. കരക്കെല്ലാം എന്താ ഇനി ജീവൻ കൊടുത്ത് നീ കുളത്തി വീഴല്ലേ. മീന് ജീവൻ കൊടുക്കാൻ കൊടുക്ക. ഇനി ചെറിയ കുളത്തിലെ വലിയ മീനല്ലേ, വലിയ കുളത്തിലെ ചെറിയ മീനാണ് ഇനി. ഇതൊക്കെ ഇനി കുറച്ച് ദിവസം ഇങ്ങനെ ചാവുമായിരിക്കുമല്ലേ. എന്നിട്ട് ചാവാറായിട്ട് കിടക്കുക. ഓക്സിജൻ ഇല്ലടാന്ന് തോന്നറാ. അണഞ്ഞത് ഇവിടെ എല്ലാം കരക്കെല്ലാം മീൻ. ഇതിനൊക്കെ കുശാലായിരുന്നു തോന്നുന്നു കേട്ടോടാ. കാക്കയ്ക്കും കൊക്കിനൊക്കെ കുശാലായിരുന്നു തോന്നുന്നു. എതിരാതാ സക്കറ് ചത്തട്ടില്ല, ഉണങ്ങി കിടക്കിയതാ. വെള്ളം ഇട്ടാ അതിപ്പോ ജീവൻ വരും കേട്ടോ. കൊടുക്കട്ടെ, വെള്ളത്തിലിട്ട് നോക്കട്ടാ. ഇച്ചിരി വെള്ളത്തിലിടാ, ചെറിയ വെള്ളത്തിലിടാ അതിന്. അതോ ഉണങ്ങി കരിഞ്ഞിരിക്കുക കേട്ടോ അവൻ. ഇത് ചത്തെന്ന് തോന്നറാ സക്കറ്. ചാവത്തില്ലേ? ഉറപ്പാന്ന്. ആ കമ്പിങ് എടുത്ത ഇവനെ ഇങ്ങോട്ടൊന്നാക്കേ ഹസുലു. ഇതിനിങ്ങോട്ടൊന്നാക്കേ. സക്കറിനെ വെള്ളത്തിലിട്ടെ, കമ്മത്തിട്ട് വെള്ളത്തിൽ കിടക്കുക. ഉണന്ന് കിടക്കുകയാന്ന്. ഉണങ്ങി കരിഞ്ഞ് ചുക്കടിച്ചറാ. അത് ചാവത്തില്ലേ അത്? ഇവിടെ ഫുള്ള് ഉണങ്ങി വരണ്ട്. കുറേ മീനുണ്ടായിരുന്നു കേട്ടോ. അത് നേരത്തെ അറിഞ്ഞാലൊന്ന് പിടിച്ചോണ്ട് പോകുമായിരുന്നു. ഇവിടെ അങ്ങനെ ചില മീൻ ഡെഡാവും. ഈ മീനിൻ്റെയൊക്കെ സൈസ് ഉണ്ട്. എൻ്റെ കാലിൻ്റെ അത്രയുണ്ട്. എൻ്റെ കാല് വെച്ചിട്ട് എൻ്റെ അത്രയുണ്ട് ഈ മീൻ. അവർക്ക് ആർക്കും വേണ്ടേ പോതൊന്നും. ഒടുക്കം നമ്മൾ ഓടി നമ്മുടെ ലൊക്കേഷനായിട്ടുള്ള സുന്ദരപാണ്ഡ്യപുരത്ത് എത്തിയിട്ടുണ്ട്. സുന്ദരപാണ്ഡ്യപുരത്തോട്ട് എൻ്റർ ചെയ്യുന്ന ബോർഡിന് മുന്നിലായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ അങ്ങനെ ഇപ്പോൾ സുന്ദരപാണ്ഡ്യപുരം ജംഗ്ഷനിലെത്തി കേട്ടോ. അവരുടെ ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നൊരു ബസ്സാണ് അത്. ഇവിടുത്തെ KSRTC പോലത്തെ ഒരു സംഭവം ആയിരിക്കണം അത്. പക്ഷെ ബസ്സിലൊന്നും വലിയ ആളൊന്നുമില്ല. ഇത് റൂറൽ ഏരിയ കൊണ്ടായിരിക്കണം. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് തന്നെ ഉണ്ട്. അത് ബസ് സ്റ്റോപ്പിൽ തന്നെ ഒരു അമ്പലമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു അയ്യനാരോ കറുപ്പനോ ആരുടെ അമ്പലം എനിക്കറിയത്തില്ല. അറിയാവുന്നവരാരെങ്കിലും ഉണ്ട് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. ഇവിടുത്തുള്ള ആൾക്കാരെല്ലാം നല്ല കോപ്പറേറ്റീവ് ആട്ടോ. ആരും നിങ്ങളടുത്ത് വീഡിയോ എടുക്കുന്നതിന് എന്തിനാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല. നിങ്ങൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ എപ്പോഴും. സോഡ കുടിക്കാലോ, വാടാ സോഡ കുടിക്കാം. എന്നാ ഇത് തന്നെ സോഡ എണ്ണ? പനീർ സോഡ 2 കൊടുക്കാം ചേട്ടാ. പനീർ സോഡ കൊണ്ടുവരുവാണ് കേട്ടോ. താങ്ക് യു. ചീമ പനീർ സോഡ എങ്ങനെയുണ്ടെന്ന് കുടിച്ചു നോക്കിട്ട് വരാം. കൊള്ളാല്ലേ? കൊള്ളാം കൊള്ളാം. എவ்வளோ 30 ആ അങ്ങോട്ട് ചിരിങ്ങ. ഫുഡ് ആർക്കും കൊടുക്കല്ലേ കേട്ടോ. വന്നുണ്ടോ ചിരി മണ്ണാണൊക്കെ തിന്ന് തിന്ന് വേണ്ട എനിക്ക് വേണ്ട വരണോ? എനിക്ക് വേണ്ട. അഗ്രഹാരം പോവാം. തല ഒടുങ്ങി. കട ഇറങ്ങാം. നിൽക്കടാ ഇത് പിടിച്ച. അത് അതിൻ്റെ അകത്തിട്ട് ഇല ഇതിണ്ടാ ഇളകെ കൊമ്പ് അതിൻ്റെ അകത്താ ഇത് കളയും. ഇപ്പം ചത്തേനെ അതിൻ്റെ ഇപ്പം ചത്ത അതിൻ്റെ അകത്ത് കിടക്കുന്ന ഇത് തിന്നുന്ന കോണത്തിൻ്റെ അകത്ത് തല കുരുങ്ങി. പക്ഷേ അതിൻ്റെ അകത്ത് എന്ത് പഴത്തൊലി കിടക്കുക. ആ തൊലിയും കടിച്ചുപിടിച്ചോണ്ടിരിക്കുക. വെളിയിലോട്ട് ക്ഷാമമില്ല എവിടെ നോക്കിയാലും
എവിടെ നോക്കിയാലും കണ്ടത്. அம்மா இந்த அக்ரஹாரத்துக்கு போகிற வழி எப்படிம்மா? இப்படியா? தேங்க்யூம்மா. ചായ കുടിക്കുന്നവർക്ക് വഴി എപ്പോഴും ചായ പിന്നെ നമുക്ക് കുടിക്കാൻ ചായ കുടിച്ചിട്ട് വേണ്ട 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 അതില്ല ഈ മരം ഇവൻ എപ്പോഴും ചായ കുടിയാട്ടാ. കടിയില്ലാനാട്ടാ വന്നത്, ചായ കുടിക്കാനൊന്നുമല്ല. സുന്ദരവണ്ടിപുരത്തൊരു ചായക്കട ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോയി അതിരുന്ന് ഇതൊക്കെ പിന്നെ കണ്ട വടയും കണ്ടു. നല്ല വെയിലുണ്ട്, അടിപൊളി വെയിൽ പറയാനില്ല. 2 ടീ എണ്ണ ഗ്ലാസ് തട്ടിപ്പോയി. തട്ടിപ്പോയി എൻ്റെ താങ്ക്സ് അണ്ണാ. കൂടുതലും കുസ്തല്ലേ നീ? നീ എന്നെ ഉസ്താദ് നീ വാ. സെറ്റ് മരം ഉണ്ട് കേട്ടോ അവിടെ. സുരക്കളത്തി മരം, സുരക്കളത്തി മരമാണ് കേട്ടോ അത്. ഉള്ള സംഭവം കുളിച്ചാലുള്ള മരം. அப்படி சொன்னா வெயில் அடிச்சு என்ன வெயில் அடிச்சாலும் குளிர்ச்சியாக தான் இருக்கும். വെയിൽ എന്നെ അടിച്ചാലും കുളിർച്ചയാ ഇരിക്കുമോ? നമ്മളെ നാട്ടിൽ തണലിന് ആൽമരം വെക്കുന്ന പോലെ ഇവിടെ വെക്കുന്ന ഏതോ മരമാണെന്ന് തോന്നുന്നു. നല്ലോണം വെയിലടിച്ചിട്ടും സൂര്യപ്രകാശം ഒന്നും താഴോട്ട് വരുന്നില്ല. അതുകൊണ്ട് ഈ ജംഗ്ഷനിലുള്ള എല്ലാവരും എൻ്റെ മൂട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അപ്പാപ്പൻ ആരടുത്തും പെടാതെ മാറി ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. പുള്ളിക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. പുള്ളി ഫോണിൽ എന്തോ നല്ല ഗഗനമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു അഗ്രഹാരം ഉണ്ട്. നമ്മുടെ സൂത്രധാര സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത അഗ്രഹാരം. സൂത്രധാര സിനിമ മാത്രമല്ല, ഒരുപാട് സിനിമകളിലൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അഗ്രഹാരത്തിൻ്റെ അകത്തോട്ടാണ് പോകുന്നത്. എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് പോകുന്നത് തന്നെ. അങ്ങോട്ട് പോയിട്ട് പോയി കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ഒരു ആശാരിപ്പണിയുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടുത്തെ. നമ്മുടെ ആശാരിപ്പണിയുന്ന സ്ഥലമല്ലേ, അതുപോലത്തുള്ള കാർപ്പൻ്റർ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ഇടനാഴികളൊക്കെ ഉണ്ട്. പഴയ തമിഴ് സിനിമകളിലൊക്കെ കാണിക്കുന്നത്. ഒരുപാട് സിനിമകൾ ഈ അഗ്രഹാരത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡോറും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണിച്ചു തരാം. ഈ വീടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഏതാണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൺസ്ട്രക്ഷനാണ് ഇവിടുത്തെ അഗ്രഹാരത്തിലെ പല വീടുകളും പല ബിൽഡിങ്ങുകളും പല ടെമ്പിളുകളും നൂറ്റാണ്ടുകൾ വർഷം പഴക്കമുണ്ട്. പണ്ട് കാലത്ത് ഈ തമിഴ്നാട് ഭരിച്ചിരുന്ന പാണ്ഡ്യചോള രാജാക്കന്മാരുണ്ടല്ലോ, വേദപണ്ഡിതന്മാരായിട്ടുള്ള ബ്രാഹ്മണന്മാർക്ക് കൃഷിഭൂമിയും ഗ്രാമങ്ങളും അവർ നികുതി രഹിതമായിട്ട് അവർക്ക് പതിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുക്കുന്ന സ്ഥലങ്ങളെയാണ് ഈ അഗ്രഹാരം അല്ലെങ്കിൽ ചതുർവേദി മംഗലം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആ സമയത്ത് അന്ന് ഇവിടം ഭരിച്ചിരുന്ന ജഡാവർമ്മൻ സുന്ദരപാണ്ഡ്യനാണ് ഇന്ന് ഈ അഗ്രഹാരത്തിനായിട്ടുള്ള സ്ഥലം കൊടുത്തത് ഇവർക്ക്. പിന്നെ അങ്ങനെ രാജാവ് കൊടുക്കുന്ന സ്ഥലങ്ങൾ അഗ്രഹാരങ്ങളെന്ന് വിളിക്കാൻ വേറെ കുറേ കാരണങ്ങളുണ്ട്. അത് എന്തുവാണെന്ന് പോകുന്ന വഴിയെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഇവിടുത്തെ ഒരു പ്രധാന ക്ഷേത്രമാണ് കേട്ടോ. ഉച്ചയായതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറിയില്ല. അഗ്രഹാര സ്ട്രീറ്റ് എന്ന് പറഞ്ഞ എല്ലാ സിനിമയിലും കാണിക്കുന്ന ഈ ഒരു ഭാഗമാണ്. അപ്പം ഇവിടെ ഞാൻ നോക്കിയിട്ട് ഇവിടുന്ന് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു അഗ്രഹാരം ഉണ്ടല്ലോ, നമ്മൾ കണ്ട പല തമിഴ് സിനിമകളുടെ അഗ്രഹാര ഷോട്ടുകൾ എടുത്തിരിക്കുന്ന ഈ ഒരു സ്ട്രീറ്റ് വെച്ചിട്ടാണ് അഗ്രഹാര സ്ട്രീറ്റ് എന്ന് തന്നെ അത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സിനിമ എടുത്താലും തമിഴിലെ ഒരു അഗ്രഹാര സീൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചായിരിക്കും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അന്യൻ, റോജ, അങ്ങനെ കുറേ തമിഴ് സിനിമ എടുത്തിട്ടുണ്ട്. ഞാൻ അതെല്ലാം പറയുന്നില്ല, നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം. ഇവിടുത്തെ വീടുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടും അടുത്തടുത്താണ് നിൽക്കുന്നത്. എല്ലാ വീടുകളും തമ്മിൽ എന്തോ ഒരു ഭിത്തി ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനത്തുള്ള വീടുകളാണ്. പിന്നെ നമുക്ക് മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയ വീടായിട്ട് തോന്നുമെങ്കിലും നീളമുള്ള വീടുകളാണ്. ഉള്ളിലോട്ടായിരിക്കും വീടിൻ്റെ ഉള്ള ഡെപ്ത് എല്ലാം കാണുന്ന ഉള്ളിലോട്ടായിരിക്കും. പിന്നെ ഇവിടെ ആ രാജാവിൻ്റെ കാലത്തുള്ള വീടുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അന്ന് നിർമ്മിച്ച പോലെ തന്നെ ചുണ്ണാമ്പ് കല്ലും തേക്ക് തടിയും കൊണ്ടുള്ള ആ വീടുകൾ ഇപ്പോഴും ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. അവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത്. ഹായ് ഹായ് ഹായ്.
സ്കൂൾ വിട്ട് പിള്ളേർ പോവുക കേട്ടോ. ഹായ് ഹായ്. അഗ്രഹാരം എന്നീ സ്ഥലത്തിനെ വിളിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഈ സ്ഥലത്തിന് പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന് ചുറ്റുമായിരിക്കും വീടുകൾ വരുന്നത്. ആ വീടുകൾ അവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ഒരു മാല പോലെ തോന്നുന്നതുകൊണ്ടാണ് അഗ്രഹാരം എന്ന് പേര് വരുന്നത്. ഈ സുന്ദരവാണ്ടിവരം ரொம்ப ஃபேமஸ். 5 ஸ்ட்ரீட் இருக்கு. 5 ஸ்ட்ரீட் இருக்குதா? ஆமாம். இது வடக்கு தெரு, கிழக்கு தெரு, மாடத்தெரு, புதுத்தெரு, நடுத்தெரு. 5 ஸ்ட்ரீட் இருக்குது. 5 ஸ்ட்ரீட் இருக்கு. 200 வீடு இருக்கு. 200 வீடு இருக்கு. 700 200 வீடு. ஓ ஆமாம். 175 படம் எடுத்தாச்சு. 175 75. ஓ. அண்ட் 300 சீரியல் எடுத்தாச்சு. எல்லாம் இந்த இடத்துலையா? ஆமாம். இது வந்து எல்லாமே தமிழ் படங்களா ஐயா? தமிழ் படங்களா எல்லாம்? ஆமாம், தமிழ் மலையாளம் எல்லாம். தேங்க்யூ. அங்கே பாருங்க, அப்படி ஒரு ரவுண்டு போயிட்டு வாங்க. ஓகே ஓகே. ஆமாம், கேட்டு பூட்டி இருக்குது ഉള്ള. கேட்டு திறந்துக்கோ. പുള്ളിക്കാരൻ പറഞ്ഞ വേറൊന്നുമല്ല കേട്ടോ, 175 സിനിമകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമ്മുടെ സൂത്രധാര സിനിമയൊക്കെ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു അമ്പലക്കുളമാണ് കേട്ടോ. ഈ കുളത്തിന് ഇവർ വിളിക്കുന്നത് തെപ്പക്കുളം എന്നാണ്. കയറി വരുമ്പോൾ തന്നെ വലിയൊരു ആല് നമുക്ക് കാണാൻ പറ്റും. ഈ ആല് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് ഇങ്ങനൊരു കുളം കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഒരുപാട് സിനിമകൾ ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരിക്കും. തമിഴ് സിനിമയായിട്ടുള്ള മുതൽവൻ സിനിമയിലെ കുറച്ച് സീൻസ്, റോജയിലെ സീൻസ്, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇതിന് ചുറ്റുവട്ടത്തായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളത് നെറ്റിൽ സെർച്ച് ചെയ്ത ഒരുപാട് വീഡിയോസ് കാണാനായിട്ട് പറ്റും അതിൻ്റെ. പിന്നെ ഈ കുളത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടുത്തെ പ്രധാന ക്ഷേത്രമായിട്ടുള്ള രാജഗോപാലസ്വാമി ക്ഷേത്രത്തിൽ, അതായത് അവിടുത്തെ വിശേഷ ദിവസത്തിൽ അവിടുത്തെ ഒരു തേരുണ്ട്. ആ തേര് ഈ കുളത്തിന് ചുറ്റും ഒരു വലം വെപ്പിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ കുളത്തിന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാറ്റാടിപ്പാടങ്ങളും പിന്നെ കുറേ പുഞ്ചപ്പാടങ്ങളല്ല, എനിക്ക് തോന്നുന്നു ഇത് പഴയ പുഴ പോലെ എന്തോ സെറ്റപ്പായിരുന്നു. അതൊക്കെ വെള്ളം ഇറങ്ങിപ്പോയിരിക്കുക ഇപ്പോൾ, വെള്ളം ഇല്ലാഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക്. ഇപ്പോൾ തെപ്പക്കുളത്തിൻ്റെ വ്യൂ ഒന്നും പറയണ്ട കേട്ടോ, സെറ്റ് കാണാനായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ സ്ഥലം. വെള്ളം നിറയുമ്പോൾ ഇങ്ങ് വരെ നിറയും കേട്ടോ വെള്ളം, ഇവിടെ മേളി വരെ നിറയും വെള്ളം. അപ്പോൾ സുന്ദരപാണ്ഡിപുരം വരുന്നവർ ഇവിടെയും കൂടെ ഒന്ന് കയറി വിസിറ്റ് ചെയ്തിട്ട് പോവുക. തെപ്പക്കുളം എന്ന് ചോദിച്ചാൽ മതി. ഇവിടെ അഗ്രഹാരത്തിനുള്ളിലായിട്ടാണ് ഈ ഒരു പ്ലേസ് വരുന്നത്. സുന്ദരപാണ്ഡിപുരം വന്ന് നിങ്ങൾ സൂര്യകാന്തി പൂ മാത്രം കണ്ടിട്ട് പോകാതെ ഇവിടുത്തെ ഗ്രാമങ്ങളിലോട്ടും കൂടെ ഇറങ്ങി ചെന്ന ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കിട്ടും, ഒരുപാട് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക്. പിന്നെ ഈ തെപ്പക്കുളത്തിലോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ആലുണ്ട്. ആ ആലിൻ്റെ മൂട്ടിൽ ഇങ്ങനെ കുറേ പ്രതിഷ്ഠയിൽ, അതായത് കുറേ ദൈവിക രൂപങ്ങളുടെ മുന്നിൽ ഒരു എലി നിൽക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറേ സർപ്പങ്ങളുടെ രൂപങ്ങളോട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു പ്രീ പ്രൈമറി നഴ്സറി സ്കൂളുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട പിള്ളേരൊക്കെ ഇവിടെ നിന്നാണ് പോയത്. നമ്മളപ്പോൾ തെപ്പക്കുളം കണ്ട് തിരിച്ചു പോകാനായിട്ട് പോവുക. നമുക്ക് ഇവിടുത്തെ വീടൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ആരെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം, വീടൊന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന്. അവർ കാണിക്കുമെന്ന് അറിയത്തില്ല. 150 വർഷം വെച്ചാൽ എന്ത് വീട്? 150 years ഓൾഡാ? ഇത് ചിന്ന വീടാ ഉള്ള பெரிய பெருசா இருக்கு? நீங்க மட்டும் தானே இப்போ இங்கே ஊருக்கு போயிருக்கேன். கொஞ்சம் பார்க்க முடியுமா உங்கள் ஹவுஸை? முடியாது. பிரச்சனை எதுவுமே இல்லையே? தேங்க்யூ. നടക്കാൻ முடியுமா ഉങ്ങളാൽ? നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അഗ്രഹാരത്തിനുള്ളൊരു വീട്ടിലോട്ട് കയറുന്നത്. മേൽക്കുറിയൊക്കെ ഉണ്ടോ വീടിൻ്റെ? സെറ്റ് കാണാൻ. അമ്മ അപ്പാവാ? ഓ, ഇത് അങ്കിളുടെ അമ്മ അപ്പേനാണ് കേട്ടോ. மேலே எல்லாம் இந்த மாதிரி தடியில் தான். இந்த பையன் டிசைன் பண்ணி தடி இல்லையா? அது வந்து சிமெண்டா? இது வந்து இது தாக்கு. இது மாதிரி இப்போ கட்டவே முடியாது. 150 years old இல்லையா? 150 വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ അത്. എത്ര റൂം இருக்குது അങ്കിൾ இங்கே? ரூம் மாதிரி 1 2 3 4 5 அந்த மாதிரி. இதெல்லாம் மாடிஃபை பண்ணக்கூடாதுன்ட்டார் எங்கள் அப்பா. மாடிஃபை பண்ணக்கூடாதுன்ட்டார். ஓ, அதனால் நாங்கள் குத்தலை. ஆஸ் இட் இஸ். ரெட் ஆக்சைடு ஆஸ் இட் இஸ்.
அதனால தான் ரொம்ப ஆமாம், மாடிஃபைலாம் பண்ணக்கூடாது, இடிக்கக்கூடாது. இந்த ஒரு ரூம் கிச்சனும் 150 இயர்ஸ் முன்னாடி கட்டினா அது அந்த மாதிரி தான் இப்போ இருக்கீங்களா? இல்லை இல்லை, நான் இப்போ கட்டினேன். அந்த பக்கமா அந்த கொஞ்சம் அங்கே பாத்ரூமா அது? கிச்சன் பாக்கி ஒன்றுமே பண்ணக்கூடாதுன்னாங்க. ஓ உங்கள் அப்பா ரொம்ப ஸ்ட்ரிக்டா? ஆமாம், சொல்லிட்டு போயிட்டாங்க. இல்லை, வாஸ்துல 108 வாஸ்து சாஸ்திரத்தில் கட்டியிருக்குதா வீட்டா? இந்த வீடு. ஓ ஓ, அதனால தான் அங்கே இருந்து ഡോർ സ്റ്റാർട്ട് ആച്ച് ഇങ്ങ വരയ്ക്കും. ഉള്ള വരെയും தெரியும். ഓ, ആ ഡോറിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടോ? അവിടുന്ന് ഒറ്റ വരി സ്ട്രെയിറ്റ് ബാക്ക് വരെ പോകും കേട്ടോ. വാസ്തുശാസ്ത്ര പ്രകാരം 108 ശാസ്ത്രവും ചേർന്നിട്ടാണ് കേട്ടോ വീടുണ്ടാക്കിയിരിക്കുന്നത്. ഇത് വന്നതാ കിച്ചണായ കിച്ചണ് കൊച്ചു കിച്ചണാട്ടോ, നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നുമല്ല. കൊച്ചു കിച്ചണിൻ്റെ ഒരു സ്റ്റവ്, വാഷ് ബേസൻ, പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ നീറ്റായിട്ട്. ഇത് ഇതിൻ്റെ മേളിൽ നിന്ന് വെട്ടം വരുന്നതൊക്കെ. കൊച്ചു കിച്ചണാട്ടോ, കുഞ്ഞു കിച്ചൺ. ഓ, മുകളിലൊക്കെ ജനലുണ്ട് കേട്ടോ, എയർ വെന്റിലേഷനായിട്ട് മുകളിലൊക്കെ ജനലുണ്ട്. കൊള്ളാം കേട്ടോ. ഇത് വന്ന് റൂം താനേ? ഇത് ഇവിടെ ഇതാ? ഓ, இங்கே சேஞ்ச் பண்ணியாச்சு நீங்கள்? நான் ரிட்டையர்ட் ஆகி வந்த உடனே மாற்றிட்டேன். நீங்கள் எங்கே ஒர்க் பண்ணிட்டு இருக்கீங்க? நான் வீடியோகானில் மார்க்கெட்டிங் மேனேஜராக ஃபாரின்ல இருந்தேன். சிங்கப்பூர், மலேசியா, பேங்காக், தாய்லாந்து எல்லாம் ஒரு சுற்றியாச்சு. போகிறோம்ட்டு இப்போ ஊரோட இருக்கேன். செட்டில் ஆகிடலாம், போக மாட்டேன். ஆமாம், இதை படிச்சுட்டேன். திதி பண்ணி வைப்பேன், கணபதி ஹோமம் எல்லாம் பண்ணி வைப்பேன். நீங்கள் தான் அதை படிச்சுட்டேன். ஓ ஆமாம். நீங்களும் உங்கள் ஒய்ஃப் மட்டும்தான் இந்த வீட்டில் இருக்கீங்களா? பசங்க எல்லாம் வெளியூரில் இருக்காங்க. பசங்க துபாயில் இருக்கான் பையன். பொண்ணு அமெரிக்காவில் இருந்தா, மாப்பிள்ளை எல்லாம் இப்போ பாம்பேயில் இருக்கான். ஓ, திறந்துக்கோ, நேரம் போ. இங்கே 3 தலைமுறை இருப்பாரு. நேரம் போ, ഇതിൻ്റെ കൂട്ടൊക്കെ ഉണ്ടോ? ഭയങ്കര സെറ്റപ്പാണ്, പഴയ രീതിയിലുള്ള കൂട്ടുകളാണ്. ഓ, ഇത് കൊഞ്ചം ഇങ്ങനെ വീണ്ടും പ്രശ്നം ഇല്ലേ? ബാക്ക് സൈഡ് കേട്ടോ വീടിൻ്റെ, ഒറ്റ ഡോറാണ് കേട്ടോ. അവിടുന്ന് ഡോറ് തുടങ്ങി ഇതിൻ്റെ ബാക്ക് വരെ എൻ്റെ ചെയ്യും കേട്ടോ. ഇത്രയാണ് വീട്. അഗ്രഹാരത്തിലൊരു വീടാണ് കേട്ടോ. ഇവിടെ 3 തെങ്ങുണ്ട്, കറക്റ്റ് 3 തെങ്ങ്. ചെമ്പരത്തി ചെടികളൊക്കെ ഉണ്ട്. പുള്ളിക്കാരനെ സമ്മതിക്കണം കേട്ടോ. ഇത് തന്നെയാ ഇത് തേങ്ങ പൊതിക്കുന്ന സംഭവമാണ് കേട്ടോ. നമ്മൾ தெரியுது. எங்கள் ஊரில் இதில் பாறைன்னு சொல்லுவாங்க, பாறை. ஆனால் எங்கள் ஊரில் வந்து ஒரு ஹேண்டில் வருவாங்க. இது வந்து எப்படி நீங்கள் இப்படியே பண்ணுவீங்களா? இப்படி போட்டு பண்ணுவீங்களா? ഇത് കണ്ടു, ഇവിടുത്തെ സംഭവം കണ്ടോ? വെറൈറ്റി. ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് തേങ്ങ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊതിക്കണം കേട്ടോ. നമ്മളുടെ സാധാ കമ്പിപ്പാര വെച്ച് പൊതിക്കുന്ന പോലെ പൊതിക്കണം. സെറ്റപ്പ് കൊള്ളാം കേട്ടോ. ഞാനിവിടെ തേങ്ങ പൊതിക്കുന്നു. ഇത് വന്ന് ബാത്റൂമായാ? ഇങ്ങ വന്നാച്ചാ? ഇത് ഞാൻ ടാങ്കാ? വെള്ളത്തിക്കാ? ടാങ്ക് ഉണ്ടോ ഇവിടെ? വെള്ളം ശേഖരിച്ച് വെക്കുന്ന പരിപാടി ഉണ്ടോ? ഇങ്ങനെയാണ് കേട്ടോ ടാങ്ക്, സിമെൻ്റ് ടാങ്കാ. വീട്ടിനുള്ളിൽ തന്നെ കേട്ടോ സെറ്റപ്പ്. ബാത്റൂം നോർമൽ ബാത്റൂം തന്നെയാ? നമ്മളിവിടുത്തെ ബാത്റൂം പോലൊക്കെ തന്നെ. ബാത്റൂം ഞാൻ കാണിക്കുന്നില്ല, നമ്മളിവിടുത്തെ ബാത്റൂം പോലൊക്കെ തന്നെ അല്ല. നമ്മളങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു കേട്ടോ. ബാക്കിൽ അത്രേ കാണാനുള്ളൂ, വേറെ ഒന്നുമില്ല. പുള്ളി പുതിയതായിട്ട് ഇറക്കിയതാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ. അവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നും കാണാനായിട്ടില്ല. നമ്മളപ്പോൾ ഇനി മുമ്പിലോട്ട് പോയി എവിടെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. പണ്ട് കാലത്തെ വീടെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കെട്ടിയിട്ടുള്ള അഗ്രഹാരത്തിലെ വീട് ചുണ്ണാമ്പ് എല്ലാം തേക്ക് കടിയും കൊണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയുള്ളൊരു വീടാണ് ഇതും. ഇത് വന്ന് ഹോളായാ? ഇത് മേലിൽ ഒരു ഏണി പോട്ടിരിക്കാറ്. வெசல்ஸ் வச்சுக்கிறது. வெசல்ஸ் வச்சுக்கிறதுக்கா? இது அதில் வந்து ரைஸு முந்தி வயல் இருந்தது, வயலெல்லாம் கொடுத்துட்டோம். இதுக்கு மேலே ஏற முடியுமாயா? முடியாதா? ஏறலாம். நான் கொஞ்சம் ஏறி பார்க்கலாமா? ஏறி பார்க்க നമ്മൾ കുറച്ച് കയറി നോക്കാം കേട്ടോ. ഡോറ് സംഭവം
எப்படியா அது open தள்ளு பண்ண- தள்ளு தள்ளு அந்த சைடு தள்ளு இந்த சைடா அந்த இதா ரைட் சைடில் இந்த சைடா மேலே போடணும் பயப்படாத இந்த சைடா போ தள்ளு நல்ல வெயிட்டாக இருக்கு தள்ளு நானே தள்ளுறேன் வணக்கம் தள்ளு ഓ ഇതാണ് കേട്ടോ അതിൻ്റെ ടോപ്പ് വ്യൂ നമ്മളിന്നെ ഉണ്ടാക്കി നിൽക്കുന്നത് കൊള്ളാം കേട്ടോ സെറ്റപ്പ് ഉള്ളത് ഡോറിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ചെറിയ വെയിറ്റ് ഒന്നുമില്ല ക്ലോസ് பண்ணணும்னா இப்படி தானேயா ஆமாம் ക്ലോസ് ചെയ്യാൻ ഇച്ചിരി ചടങ്ങാട്ടോ மெதுவா க்ளோஸ் பண்ண பயமில்ல இல்லை நான் கொஞ்சம் வெயிட் ஜாஸ்தியாக இருக்குது ഇങ്ങനെ നമ്മൾ അതിൻ്റെ മണ്ടഭാഗവും കണ്ടു കേട്ടോ സൂപ്പർ വീട് കേട്ടോ അടിപൊളി വീട് வீடு ரொம்ப நல்லா இருக்குய்யா ஓ கிராண்ட் மதரோட ரூமா அது அவங்க தான் படுத்துப்பாள் ஓ இப்போ நான் சாமான் வச்சுருக்கேன் ചീക്ക് ചെറിയ റൂമാണ് കേട്ടോ അങ്കിളിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ റൂമാണ് അത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് പുള്ളിക്കാരൻ്റെ വേറെ ഒന്നുമില്ല நம்ம பூஜைக்கு உண்டான சாமான்கள்லாம் ഇവിടെ அந்த மாதிரி ஒரு டோர் இருக்காங்க ஆமாம் இதுவும் ஸ்டோரேஜ் ஸ்பேஸ் தானே மேலே ஆமாம் இப்போ இல்லை முன்ன அதை இது வச்சுருப்போம் சுவிட்ச் எல்லாம் பழைய சுவிட்சஸ் தானே ஐயா ஆமாம் மாற்ற வேண்டான்ட்டார் எங்கள் அப்பா സ്വിച്ച് പഴയ സ്വിച്ചസ് ആട്ടോ ഇത് സെറ്റ് കേട്ടോ உள்ள പഴയ സ്വിച്ച് ആട്ടോ പഴയ സ്വിച്ച് ആമാ. 150 വർഷം പഴക്കമുള്ള സ്വിച്ചുകളാണ്ടോ ഓ സെറ്റ് കേട്ടോ 150 വർഷം പഴക്കമുണ്ട് കേട്ടോ ഈ ഡോറിനൊക്കെ നമ്മളങ്ങനെ വീട് മൊത്തത്തിൽ കണ്ടു കയറുന്നു കേട്ടോ അപ്പോൾ അവൻ എന്തോ എടുക്കാനായിട്ട് അകത്തോട്ട് പോവുക സെറ്റ് വീട് കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ പുള്ളിക്കാരൻ വീട് കാണിച്ചു തരുമെന്ന് പക്ഷെ അടിപൊളി വീട് പഴയ സ്വിച്ചസും 150 വർഷം പഴക്കമുള്ളത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ ഭയങ്കര കൂളിങ് വലിയ ചൂടില്ല ഇതിനകത്ത് നമ്മൾ ഭയങ്കര ചൂടിന്ന് അകത്തോട്ട് കയറി വന്നു ഒട്ടും ചൂടില്ല ഇതിനുള്ളിൽ പുള്ളിക്കാരൻ അകത്തോട്ട് പോയത് എനിക്കൊരു ഗിഫ്റ്റ് തരാനായിട്ടാണ് കേട്ടോ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് അവർ ഗിഫ്റ്റ് കൊടുക്കുമെന്നാണ് പറയുന്നത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്കിയത് അപ്പോൾ അവൻ്റെ അടുത്ത് വീടൊന്ന് കാണാൻ പറ്റുമെന്ന് എന്തായാലും പുള്ളിക്കാരന് ഒരു പ്രശ്നമില്ല വീട് കാണിച്ചു തന്നു അങ്ങനെ പുള്ളിക്കാരനോട് വഴി പറഞ്ഞ് നമ്മൾ സുന്ദരപാണ്ഡ്യപുരത്ത് ഈ അഗ്രഹാരത്തിൻ്റെ യാത്ര ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുക യാത്ര തീരുന്നതിന് മുമ്പ് ഈ ഒരു സ്ഥലത്തിന് സുന്ദരപാണ്ഡ്യപുരം എന്ന് പേര് വന്ന് എങ്ങനെയാണെന്നും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞോ പണ്ട് കാലത്ത് ഈ ഒരു സ്ഥലം ഭരിച്ചിരുന്ന രാജാവായിരുന്നു ജഡാവർമ്മൻ സുന്ദരപാണ്ഡ്യൻ ഒന്നാമൻ അപ്പോൾ പുള്ളിക്കാരൻ്റെ പേരിൽ സുന്ദരപാണ്ഡ്യനിലെ സുന്ദരപാണ്ഡ്യവും പുരം എന്ന് പറഞ്ഞാൽ നഗരം അല്ലെങ്കിൽ ഗ്രാമം എന്നാണ് കേട്ടോ അർത്ഥം അതും ചേർത്തിട്ടാണ് സുന്ദരപാണ്ഡ്യപുരം അതായത് പുള്ളിക്കാരൻ വാണ ഇടം എന്നാണ് ഈ ഒരു സ്ഥലത്തിന് അർത്ഥം വരുന്നത് ആ കാലത്ത് പുള്ളിക്കാരൻ ദാനമായിട്ട് കൊടുത്ത സ്ഥലമാണ് ഇപ്പം നമ്മൾ ഈ നടന്നു പോകുന്ന ഈ ഒരു അഗ്രഹാരം റെഡല്ലടാ അപ്പം മുണ്ട് വന്നു ആ വീടൊക്കെ കയറി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഉത്സവങ്ങൾക്ക് പ്രധാനമായിട്ട് അവർ കൊണ്ടുപോകുന്നത് തേരുകളാണ് കേട്ടോ ആ തേര് കയറി കാണാൻ പറ്റുമെന്ന് ഞാൻ നോക്കുന്ന ഉള്ളിൽ തേരായിരുന്നു കേട്ടോ തേര് പണിഞ്ഞോണ്ടിരിക്കുക ഇപ്പോൾ തേരിൻ്റെ പണി നടക്കി കേട്ടോ തേരിൻ്റെ വീലൊക്കെ കണ്ട പണി നടക്കിയ തേരിൻ്റെ പീസേ ഉള്ളു ഇതിൽ വലിയ തേരുണ്ട് കേട്ടോ പക്ഷെ കാണാനൊരു മാർഗമില്ല ഇതിനകത്തൊന്നും കാണാൻ പറ്റുന്നില്ലടാ ഒരു 2 വീലേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇത് കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ പിന്നെ നമ്മൾ സുന്ദരപാണ്ഡ്യപുരം ഒന്ന് കറങ്ങി നടന്നപ്പോൾ കണ്ടതാ കേട്ടോ ഇവന്മാരി കളിക്കുന്ന പ്ലേ ഗ്രൗണ്ടിലല്ല ഒരു അമ്പലത്തിനുള്ളിലായിട്ട് അവന്മാരി കളിച്ചോണ്ടിരിക്കുന്നത് ക്യാമറ കണ്ടപ്പോൾ അവന്മാർക്കെല്ലാം എക്സൈറ്റ്മെന്റ് ആയി എല്ലാവരും വന്ന് നമ്മളോട് കമ്പനി അടിക്കുക ടാറ്റ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ആ കൂട്ടത്തിൽ നമ്മൾ വേറൊരാളെ കൂടെ പരിചയപ്പെട്ടു ഞാൻ ഇപ്പം കാണിച്ച ഒരാളാരാന്ന് അമ്മയുടെ വീട് കൊല്ലമാണോ അമ്മ എത്ര പഠിക്കും അവിടെ വരുമോ അവിടെ വെക്കേഷൻ അവിടെ ബീച്ച് റോഡിനടുത്ത് അമ്മ എന്ത് ചെയ്യും അമ്മ വീട്ടിലുണ്ട് കോലം ഉണ്ടല്ലോ നീ 9-ലെ സീരിയസ് ആയിട്ട് കൊച്ചേർക്കല്ലേ ഇച്ചിരി ഉള്ളു അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെട്ട ആ മോനോട് നമ്മൾ യാത്ര പറഞ്ഞു സുന്ദരപാണ്ഡ്യപുരത്ത് നമുക്കിനി വേറൊരു സ്ഥലത്തോട്ട് പോകണം സുന്ദരപാണ്ഡ്യപുരം പിന്നെ അറിയപ്പെടുന്ന സൂര്യകാന്തി തോട്ടത്തിൻ്റെ പേരില്ല സൂര്യകാന്തി തോട്ടത്തിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാനിവിടെ മുകളിൽ ആഡ് ചെയ്തേക്കാം നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കാം സുന്ദരപാണ്ഡ്യപുരത്തെ കാഴ്ചകളും തെങ്കാശിയുടെ വിശേഷങ്ങളും ഇവിടെ തീരുന്നില്ല
അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ തമിഴ്നാട് ഉൾഗ്രാമങ്ങളിലെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.